നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ കുട്ടിയെ ഉപയോഗിച്ച് ദേവി കലം മറിച്ചു കളഞ്ഞു, അങ്ങനെയാ പറയേണ്ടത്. കുളിച്ചിറങ്ങി വന്നാൽ മാത്രം പോരാ, പൊങ്കാലിടുന്നവരുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. കറ പിടിച്ച മനസ്സ് വെച്ച് പൊന്നുകൊണ്ട് പായസം ഉണ്ടാക്കി കൊടുത്താലും ദേവി അത് തട്ടിക്കളയും. പാറുവിന്റെ മനസ്സിൽ എന്ത് കറയുണ്ടെന്നാണ് നീ പറഞ്ഞു വരുന്നത്? വായു വരുന്ന പോലും പറഞ്ഞാലേ ഞാൻ തിരിച്ചു പറയും. ഇത് തിരുമുറ്റ വേണോ ഞാൻ നോക്കത്തില്ല. ഞാനും ജനകൻ ചേട്ടന്റെ ഭാഗത്താണ്. ഒരടിസ്ഥാനവും ഇല്ലാതെ ഒരാളെ കുറിച്ച് ദോഷം പറയുന്നത് ശരിയാണോ? ഇത് ലക്ഷണക്കേടാണോ, പൊങ്കാലക്കുടം ദേവി തട്ടിക്കളഞ്ഞതാണോ എന്നൊക്കെ പറയേണ്ടത് തിരുമേനിയാ. തിരുമേനിക്ക് എന്താ തോന്നുന്നത്? പൊങ്കാല ഇടുമ്പോ കുടം ചരിഞ്ഞു വീഴുന്നത് അപശകുനം തന്നെയാ. ജനകൻ ചേട്ടാ, അപശകുനമാണെന്ന് തിരുമേനി കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും ന്യായീകരിക്കുന്നതിൽ അർത്ഥമില്ല. ജനകൻ ചേട്ടന്റെ മനസ്സല്ലല്ലോ എല്ലാവർക്കും. ടൗണിൽ ജോലിക്ക് പോയതിനു ശേഷം പാറുവിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം നമ്മളെല്ലാവരും കണ്ടതല്ലേ. ദേവിക്കത് പിടിച്ചിട്ടുണ്ടാവില്ല. ഇത് ഒരു ശിക്ഷയായിട്ടൊന്നും കണക്കാക്കണ്ട. ദേവി നൽകിയ താക്കീതായിട്ട് കണ്ടാ മതി. ഇനിയെങ്കിലും മനസ്സ് നന്നാക്കാൻ പറയ് നിങ്ങളുടെ മോളോട്. പാറുവിന്റെ മനസ്സിന് എന്താ കുഴപ്പം? അതോടെ നിങ്ങൾ പറയേ. പാറുവിന്റെ മനസ്സ് കറ പിടിച്ചതാണെന്ന് ഇയാളും പറഞ്ഞില്ലേ? എന്റെ അർത്ഥത്തിലാ അത് പറഞ്ഞത്. നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചതുകൊണ്ടല്ലേ പാറുവിനെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാതായത്. ഇത് ദേവിയുടെ ശിക്ഷയും താക്കീതും ഒക്കെയായി കാണുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിലാക്കാറ. ശരി, സമ്മതിക്കുന്നു. എന്റെ മനസ്സിലാക്കാറ. പൊങ്കാലക്കുടം ചരിഞ്ഞു പോയത് ലക്ഷണക്കേടാണെന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ മനസ്സിലാക്കാറ. സമ്മതിക്കുന്നു. പക്ഷെ മേഡം, വേറെ ആരുടെയും പൊങ്കാലക്കുടം ചരിഞ്ഞു പോയിട്ടില്ല. ഇവളുടെ മാത്രം ചരിഞ്ഞു പോയി. എന്തുകൊണ്ടായിരിക്കും അത്? ഇവളോടുള്ള സ്നേഹം ഒരു നിമിഷം മാറ്റിവെച്ചിട്ട് ഒരു ദേവീ ഭക്തയുടെ മനസ്സോടെ ചിന്തിച്ചു നോക്ക്. എന്തുകൊണ്ടായിരിക്കും കുടം ചരിഞ്ഞു പോയത്? സൗന്ദര്യക്ക് പറ്റിയൊരു കയ്യബദ്ധമാണെന്ന് സൗന്ദര്യ പറഞ്ഞില്ലേ? കയ്യബദ്ധമല്ല, ദേവിയുടെ തീരുമാനം. അതിന് ഇവൾ ഒരു നിമിത്തമായെന്ന് മാത്രം. തിരുവേനി, ഇതിനൊക്കെ മറുപടി പറയാൻ നിന്നാലേ അതിനെ സമയമുണ്ടാവൂ. പാറുവിനോടും എന്നോടും എന്റെ കുടുംബത്തിനോടും രുദ്രപ്രതാപം വെച്ചു പുലർത്തുന്ന പക തിരുമേനിക്കും അറിയാലോ. രുദ്രപ്രതാപന്റെ കൂടെ നിന്നാൽ നേട്ടം ഉണ്ടാകും. ജനകന്റെ കൂടെ നിന്നാൽ കാൽക്കാശന്റെ ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരെല്ലാവരും ഇവന്റെ പക്ഷം നിന്ന് സംസാരിക്കുന്നു. ഇവനാണെങ്കിൽ പാറുവിനെ അടിക്കാൻ ഒരു വടി വീണ് കിട്ടിയതല്ലേ, അതെടുത്ത് പാറുവിന്റെ നേർക്ക് പെരുമാറുന്നു. ഇവർ പറയുന്നതിനൊന്നും തിരുമേനി ചെവി കൊടുക്കണ്ട. ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേറെ പൊങ്കാലയിട്ട് ഞങ്ങൾ ദേവിക്ക് സമർപ്പിച്ചോളാം. പാറു, ഇതെല്ലാം എടുത്ത് മാറ്റ്. അച്ഛൻ പോയി പുതിയ കലവും ആവശ്യത്തിലുള്ള സാധനം വാങ്ങിച്ചോണ്ട് വരാം. ജനക നിക്ക്, ഇക്കൊല്ലം പാറു പൊങ്കാല ഇടണം. ഇങ്ങനെ ഒരു അപശകുനം ഉണ്ടായ സ്ഥിതിക്ക് പൊങ്കാലയിൽ മാത്രമല്ല ഒരു ചടങ്ങിലും പാർവതിയെ പങ്കെടുപ്പിക്കുന്നത് ശരിയല്ലെന്നാ എന്റെ അഭിപ്രായം. ഇക്കൊല്ലം ഇവൾ കനൽ കലശവും നടത്തണ്ട. അയ്യോ തിരുമേനി, കഴിഞ്ഞ 2 കൊല്ലവും ഞാൻ കനൽ കലശം നടത്തിയതാ. ഇക്കൊല്ലം കൂടി നടത്തിയാലേ നേർച്ച പൂർത്തിയാവൂ. കഴിഞ്ഞ 2 കൊല്ലവും അപശകുനം ഉണ്ടായില്ലല്ലോ. ഇക്കൊല്ലമല്ലേ ദേവി ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചത്. തിരുമേനി എടുത്ത തീരുമാനം 100% ശരിയാ. തിരുമേനി, എന്റെ ചേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയാ ഞാൻ കനൽ കലശം നേർന്നത്. എന്റെ മനസ്സിൽ ഒരു ദുഷ്ടത്തരവും കറയുമില്ല.
എന്നാലും ഞാൻ സമ്മതിക്കാം, എന്നെ ദേവിക്ക് ഇഷ്ടമല്ലാന്ന്. എന്നെയല്ലേ ദേവിക്ക് ഇഷ്ടമല്ലാത്തത്, എന്റെ ചേച്ചിയല്ലല്ലോ. കനൽ കലശം നടത്താൻ തിരുമേനി എന്നെ അനുവദിക്കണം. ഇല്ലെങ്കിൽ കഴിഞ്ഞ 2 കൊല്ലം നടത്തിയ നേർച്ചകൾക്ക് ഒരു ഫലവും ഇല്ലാതായി പോവും. പാർവതി, ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയാ ഈ തീരുമാനം എടുത്തത്. കുടത്തിൽ കനലും ചുമന്ന് നീ 4 വട്ടം ദേവീക്ഷേത്രത്തിന് വലം വെക്കണം. ആ സമയത്ത് പൊങ്കാലക്കുടം വീണതുപോലെ ആ കുടവും വീണോ മറ്റോ പോയാലോ? തീക്കനൽ മുഴുവൻ നിന്റെ തലയിലാ വീഴുക. വലിയ ആപത്ത് സംഭവിക്കും. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല തിരുമേനി. ദേവി ഒരിക്കലും എന്നെ കൈവിടില്ല. കനൽ കലശം നടത്താൻ തിരുമേനി എന്നെ അനുവദിക്കണം. എന്നോടും എന്റെ ചേച്ചിയോടും തിരുമേനി കുറച്ച് ദയ കാണിക്കണം. എത്ര പറഞ്ഞിട്ട് നോക്ക് മനസ്സിലാവുന്നില്ലല്ലോ. വകതിരിവുണ്ടെങ്കിലല്ലേ തിരുമേനി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് നോക്ക് മനസ്സിലാവൂ. വകതിരിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല, അഹങ്കാരമാ. കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്ന പിടിവാശി. തിരുമേനി, ഇപ്പൊ തന്നെ ഇവിടെ ക്ഷേത്രത്തിൽ നിന്ന് ഇറക്കി വിടണം. കൊടി ഇറങ്ങുന്നത് വരെ ഇവളോട് ഈ പരിസരത്ത് വരരുതെന്ന് പറയണം. മുതലാളിയും കൂടെ ഒന്ന് മൂപ്പിച്ചു കൊടു. ഇവക്കിനി ക്ഷേത്രത്തിൽ കാലുകുത്താൻ കഴിയരുത്. എല്ലാരും ക്ഷേത്രത്തിൽ കനൽ കലശം നടത്തുമ്പം ഇവൾ മതിൽക്കെട്ടിന്റെ പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കണം. ശരിയടാ പാർവതി, ഇക്കൊല്ലം നിന്നെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ പറയരുത് തിരുമേനി. കനൽ കലശം നടത്താൻ പാർവതി അനുവദിക്കണം. കനൽ കലശത്തിൽ പങ്കെടുക്കുന്നവർക്ക് കാപ്പ് കെട്ടി കൊടുക്കില്ലേ? പാറുവിന് തന്നെ ആദ്യം കാപ്പ് കെട്ടി കൊടുക്കണം. രുദ്രൻ എന്തായി പറയുന്നത്? അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ആപത്ത് വരുത്തി വെക്കോ? അതാ ഞാനും ചോദിക്കുന്നത്. ദേവി മുഷിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് രുദ്രൻ അറിയാമല്ലോ. എനിക്കറിയാം തിരുമേനി. പക്ഷേ പാറുവിനെ വിലക്കിയാൽ അതെന്റെ കളിയാണെന്നേ ജനകൻ ചേട്ടനും പാറു ഒക്കെ കരുതൂ. ഇവരെ കൊണ്ട് പറയിപ്പിച്ചത് ഞാനാണെന്ന് ജനകൻ ചേട്ടൻ പറയുകയും ചെയ്യുമല്ലോ. എനിക്കെന്റെ നിരപരാധിത്വം ജനകൻ ചേട്ടനും പാറുവിനും മനസ്സിലാക്കി കൊടുക്കണം. അതിന് ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. രുദ്രപ്രതാപന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് മേൽശാന്തിയായ എന്റെ ജോലിയല്ല. വേണ്ട തിരുമേനി, തിരുമേനി എന്നെ സഹായിക്കണ്ട. 2 കൊല്ലം തുടർച്ചയായി നേർച്ച നടത്തിയിട്ട് 3-ാം കൊല്ലം മുടങ്ങിപ്പോയ പാറുവിന് എന്തുമാത്രം സങ്കടാവും. തിരുമേനി അതാലോചിച്ചാ മതി. കനൽ കലശം പൂർത്തിയാക്കിയ ലക്ഷ്മിയുടെ കല്യാണം നടക്കുമെങ്കിൽ നടക്കട്ടെ തിരുമേനി. തിരുമേനിയായിട്ട് അതിന് തടസ്സം നിൽക്കണ്ട. പക്ഷേ രുദ്രപ്രതാപ,